ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ പവർ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ആ പവർ ഇലക്ട്രോണിക് ഡിവൈസുകളിലെ ഒന്നാമത്തെ ഡിവൈസ് SCR, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. നമ്മൾ റെക്ടിഫയർ പറഞ്ഞു, ഡയോഡ് റെക്ടിഫയർ പറഞ്ഞു. ഡയോഡ് റെക്ടിഫയറിൽ നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മളൊരു ഡയോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയോഡ് നമുക്ക് ഒരു ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ഈ ഡയോഡ് നമുക്കിങ്ങനെ ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ട് തരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഡയോഡിൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക കണ്ടീഷൻ പറയുകയാണ്. ഈ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നു, പക്ഷേ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കഴിഞ്ഞിട്ട് നീ കണ്ടക്ട് ചെയ്താൽ മതി എന്ന് ഡയോഡിനോട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയോഡ് നമുക്ക് ഔട്ട്പുട്ട് തന്നുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് വേണ്ടത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടാണ്. ആ 10 സെക്കൻഡ് എനിക്കൊന്നും വേണ്ട, ഔട്ട്പുട്ടൊന്നും വേണ്ട. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ആ റെക്ടിഫയറിന് എനിക്ക് കൺട്രോളിൽ കൊണ്ടുവരണം. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഡിമാൻഡ് അനുസരിച്ച് എനിക്കതിനെ കണ്ടക്ട് ചെയ്യണം. അല്ലാത്ത സമയത്ത് അത് കണ്ടക്ട് ചെയ്യാനും പാടില്ല. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് ഡയോഡിൽ പോസിബിൾ അല്ല. ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഈ പേര് തന്നെയുണ്ട്, കൺട്രോൾഡ് ആണ്. അപ്പോൾ ഡയോഡ് എന്ന് പറയുന്നത് ഒരു അൺകൺട്രോൾഡ് ഡിവൈസാണ്. SCR എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് ഡിവൈസാണ്, റൈറ്റ്? അപ്പോൾ SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയോഡ് എന്ന് പറയുന്നത് PN ജംഗ്ഷനാണെന്ന് പറഞ്ഞു. SCR എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ തന്നെയാണ്. ഇതിനൊരു 4 ലെയർ ഉണ്ട്. ഈ 4 ലെയറിൽ നമുക്കൊരു സർക്യൂട്ടിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അണ്ടർ അവർ കൺട്രോൾ. അതൊരു സ്വിച്ചായിട്ട് നമ്മൾ സ്വിച്ച് ഇടുന്നതിനനുസരിച്ച് നമുക്ക് സ്വിച്ച് ഇടുന്നതും ഓഫ് ചെയ്യുന്നതും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത് പോലെ ആ സർക്യൂട്ടിനെ ഇലക്ട്രോണിക്കലി നമുക്കതിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടോറിൻ്റെ കൺട്രോൾ മെക്കാനിസത്തിലൊക്കെ കൺട്രോൾ സർക്യൂട്ടുകളിലൊക്കെ SCRനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട 2 സെമി കണ്ടക്ടർ ഡിവൈസാണുള്ളത്. ഒന്ന് SCRഉം രണ്ടാമത്തത് ട്രയാക്കും. രണ്ടാമത്തത് ട്രയാക്കും. എന്താണ് ട്രയാക്ക് എന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ തൈറിസ്റ്റർ എന്ന് പറയുന്നത് തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട 2 ആളാണ്. ഒന്ന് SCRഉം ഒന്ന് ട്രയാക്കും. അപ്പോൾ ഈ നമ്മളുടെ ഇപ്പോൾ ഉള്ള മോഡേൺ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കൺട്രോളിംഗ് ഡിവൈസുകളാണ് SCRഉം ട്രയാക്കും എന്ന് പറയുന്നത്. അപ്പോൾ SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 4 ലെയർ ഡിവൈസാണ്. PN ജംഗ്ഷൻ്റെ 4 ലെയർ കൊണ്ടുണ്ടാക്കിയ ഡിവൈസാണ്. അതായത് 2 സെമി കണ്ടക്ടർ ഡയോഡിനെ നമ്മൾ ഒരുമിച്ച് വെക്കുക. PN ഇതിനെയാണ് നമ്മൾ ഒരു SCR എന്ന് പറയുന്നത്. PN 4 ജംഗ്ഷൻ അല്ലെങ്കിൽ 4 ലെയറുള്ള 3 ജംഗ്ഷൻ 4 ലെയർ. പക്ഷേ ഇതിന് 3 ടെർമിനലേ പുറത്തേക്കുള്ളൂ. 1 2 3. ഇത് P ടൈപ്പ് എന്ന് ഇവിടുന്ന് 3 വരും, ഇവിടെ താഴെ നിന്ന് ഒരു ഇത് വരും. ഇതിൽ ഏറ്റവും മേലത്തെ ടെർമിനലാണ് ആനോഡ്, ഇത് കാഥോഡ്. മൂന്നാമത്തെ ടെർമിനലിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയും. ഈ ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ ട്രിഗർ ചെയ്യുന്നത്. SCRനെ ട്രിഗർ ചെയ്യുന്നു. അതായത് SCRനെ നമ്മൾ ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും ഈ പറഞ്ഞ ഗേറ്റ് സിഗ്നൽ വഴിയാണ്, ഈ പറഞ്ഞ ഗേറ്റ് ടെർമിനൽ വഴിയാണ്. ബാക്കിയുള്ള ആനോഡും കാഥോഡും നമ്മളുടെ ഡയോഡിലുള്ള പോലെ തന്നെയുള്ള ആനോഡും കാഥോഡും തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആനോഡ്, കാഥോഡ്, ഗേറ്റ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിൽ SCRലുള്ളത്. ഇതിൻ്റെ സിമ്പൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നോർമൽ ഡയോഡിൻ്റെ സിമ്പൽ, ആനോഡ്, കാഥോഡ്. ഇതിൽ നമ്മളൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാഥോഡിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇതിനെ പുറത്തേക്ക് ഒരു ഗേറ്റ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, പുറത്തേക്കൊരു ഗേറ്റ് വരയ്ക്കും. ഇങ്ങനെ തല തിരിച്ച് വരയ്ക്കാം. ആനോഡ്, കാഥോഡ്, ഈ വരച്ച പോലെ തന്നെ വരയ്ക്കുന്ന സമയത്ത് ഗേറ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക. ഇവിടെ വരച്ചപ്പോൾ സ്ലിപ്പായി പോയതാണ്, ഇങ്ങനെയാണ് വരും. അപ്പോൾ ഇത് ഗേറ്റ്, ഇതാണ് ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ 3 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ജംഗ്ഷനെ ഞാൻ J1 എന്നും ഈ ജംഗ്ഷനെ ഞാൻ J2 എന്നും ഈ ജംഗ്ഷനെ ഞാൻ J3 എന്നും പറയും. അപ്പോൾ നമ്മൾ ഡയോഡിനകത്ത് ഫോർവേഡ് ബയാസിങ് റിവേഴ്സ് ബയാസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജംഗ്ഷനകത്ത് ആനോഡിനെ നമ്മൾ പോസിറ്റീവായിട്ട് വയ്ക്കുന്നു, കാഥോഡിനെ നമ്മൾ നെഗറ്റീവായിട്ട് വയ്ക്കുന്നു. അപ്പോൾ ആനോഡിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈയും കാഥോഡിലേക്ക് നമ്മൾ നെഗറ്റീവ് സപ്ലൈയും വെക്കുന്ന സമയത്ത് ജംഗ്ഷൻ J2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ്ങിലാണ്. ജംഗ്ഷൻ J1ഉം J3യും എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിങ്ങിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ലീക്കേജ് കറണ്ട് മാത്രമേ നമ്മളുടെ ഡിവൈസിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മളെ ഡിവൈസ് ഫോർവേഡിലാണ്, പക്ഷേ ഉള്ളിലുള്ള അടുത്ത ജംഗ്ഷൻ, ഉള്ളിലുള്ള ഈ ഒരു J2 എന്ന് പറയുന്ന ജംഗ്ഷൻ
ഈ ഒരു SCRനെ കണ്ടക്ട് ചെയ്യുന്നില്ല, ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ സിംപിളി നമ്മളതിനെ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും. റൈറ്റ്, ഇതാണ് ഈ ഒരു SCRൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയും. ഇനി ഞാൻ ഈ ആനോഡിലുള്ള സപ്ലൈ ചെയ്ത പോസിറ്റീവ് വോൾട്ടേജിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നപ്പോൾ ഈ J2 എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് അവിടെ ഉണ്ടാകുന്ന ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അത്രയും വോൾട്ടേജ് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജംഗ്ഷനിൽ ഒരു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടക്കും. സ്വാഭാവികമാണ്. അവിടെ നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി അവലാഞ്ച് ബ്രേക്ക് ആവും. ആ സമയത്ത് നമ്മളുടെ ഡയോഡ് ഏതിലാണ്, SCR ഏതിലാണ്, ഫോർവേഡ് ബയസ് തന്നെയാണ്. J1 J3 ജംഗ്ഷൻ ഫോർവേഡ് ബയസ് തന്നെയാണ്. അപ്പോൾ J2നെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇലക്ട്രോൺ മൂവ്മെൻ്റ് ആവുകയും അതിനകത്ത് ഒരു കാഥോഡ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ആ സമയത്ത് നമ്മളുടെ സർക്യൂട്ട് SCR കണ്ടക്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ ഓൺ സ്റ്റേറ്റ് എന്ന് പറയുക. രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ഓൺ സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ഓൺ സ്റ്റേറ്റിലുള്ള കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കറണ്ട് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആനോഡ് കാഥോഡ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുന്നു. ആനോഡ് വോൾട്ടേജ് കാഥോഡിനെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, തിരിച്ചു വരികയും J2നെ റിവേഴ്സ് ബയാസിങ്ങിലാക്കുകയും അവിടെയുള്ള ഒരു ഫ്രീ മൂവ്മെൻറ്റ്, കാരിയേഴ്സിൻ്റെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് എക്സിസ്റ്റൻസിൽ അല്ലെങ്കിൽ കാരിയേഴ്സിൻ്റെ ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യും. പക്ഷേ ആ ഡിവൈസ് ഓൺ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓൺ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഒരു കറണ്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തുന്നത് വരെ, റിവേഴ്സ് ബയസിങ്ങിലെത്തി പർട്ടിക്കുലർ ലിമിറ്റ് എത്തുന്നത് വരെ അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു കണ്ടക്ടർ കണ്ടക്ട് ചെയ്യില്ല. റെഡി, ഈ ഒരു കണ്ടക്ടർ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളുടെ SCR കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം പർട്ടിക്കുലർ കറണ്ട് നമ്മൾ അതിനകത്തേക്ക് കൊടുക്കേണ്ടി വരും. ഒരു മിനിമം കറണ്ട് മേലെ വന്നാൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുള്ളൂ. ഒരു പർട്ടിക്കുലർ കറണ്ടിന് താഴെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യില്ല. ഈ രണ്ട് കറണ്ടിനെയാണ് നമ്മൾ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസിങ്ങിലുള്ള ഒരു SCR കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം കറണ്ടായിട്ടുള്ള ലാച്ചിങ് കറണ്ട് ഉണ്ടായിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം കറണ്ടായിട്ടുള്ള ഹോൾഡിംഗ് കറണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കുകയും വേണം. ക്ലിയർ, ഇതാണ് രണ്ട് കറണ്ട് വാല്യൂസ്. ഓക്കെ, ഈ ഒരു മിനിമം കറണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ആ ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹോൾഡിങ്ങിന് ലോവർ ദാൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലാച്ചിങ്ങിന് വരുത്തുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, കണ്ടിന്യൂ, മീൻസ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക് വരികയും ചെയ്യും. ഇനി നമ്മൾ ആനോഡിനെയും കാഥോഡിനെയും തിരിച്ച് സപ്ലൈ കൊടുത്ത് നോക്കുക. ഇത് നെഗറ്റീവും ഇവിടെ പോസിറ്റീവും കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ രണ്ട് ജംഗ്ഷൻ J1 J3 റിവേഴ്സ് ബയാസിങ്ങിലാണ്. ആ സമയത്ത് വളരെ ചെറിയൊരു ലീക്കേജ് കറണ്ട് മാത്രമേ ഈ ഒരു SCRൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് പറഞ്ഞിരുന്നു. ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫോർവേഡ് സിറ്റുവേഷൻസിൽ, ഫോർവേഡ് ബയാസിങ്ങിലുള്ള കണ്ടക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ, ഇപ്പോൾ ഇത് റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ റിവേഴ്സ് ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു SCR നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് ഡയോഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമോ അത് തന്നെയാണ് SCR എന്ന് പറയുന്നത്. രണ്ട് ഡയോഡിനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ഒരു SCR എന്ന് പറയുന്നത്. ഫൈൻ, ഇത്രയാണ് നമുക്ക് SCR ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ 3 സ്റ്റേറ്റാണ് നമ്മൾ SCRൽ പറഞ്ഞത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ്, രണ്ടാമത്തത് നമ്മളുടെ ഓൺ സ്റ്റേറ്റ്, മൂന്നാമത്തത് റിവേഴ്സ് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. ക്ലിയർ, ഇതാണ് SCRൻ്റെ കാര്യങ്ങൾ, SCRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SCRനെ നമുക്ക് ട്രിഗർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ SCRനെ ട്രിഗർ ചെയ്യുന്നത് നമ്മൾ ഗേറ്റ് ട്രിഗറിങ് വെച്ചിട്ടാണ്. ആ ഒരു ഗേറ്റ് ട്രിഗറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് UJT. ട്രിഗറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്
ചൂസ് ചെയ്യുന്ന ആളാണ് UJT. അതേപോലെ തന്നെ ഡയാക്ക്, UJTയും ഡയാക്കും. ഓക്കെ, സോറി, UJT അല്ല ഡയാക്ക്, ഡയാക്ക് SCRനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഡിവൈസാണ് ഡയാക്ക് എന്ന് പറയുന്നത്. UJTയും നമുക്ക് ഈ ഒരു SCRനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഡയാക്കിലേക്ക് പോകാം. ഡയാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ SCRനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. ഇതിന് നമ്മളുടെ നേരത്തെ പറഞ്ഞ സർക്യൂട്ടിൽ നിന്നും വലിയ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ നിന്നും ചെറിയ മാറ്റമൊന്നുമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 ജംഗ്ഷനുള്ള ഒരു ട്രാൻസിസ്റ്റർ പോലെ തന്നെ, UJT പോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഡയാക്ക് എന്ന് പറയുന്നത്. UJT പോലെയുള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 2 ടെർമിനലേ ഉള്ളൂ. ഒരു 3 ലെയറുള്ള 2 ജംഗ്ഷനുള്ള ഒരു ഡിവൈസ് തന്നെയാണ് നമ്മളുടെ ഡയാക്ക് എന്ന് പറയുന്നത്. അതായത് NPN, ഇതാണ് ഒരു ഡയാക്കിൻ്റെ കോമ്പിനേഷൻ. ഇതിനകത്ത് 2 പോയിന്റുകളും ആനോഡായിട്ടാണ് പറയുക. ആനോഡ് 1, ആനോഡ് 2. ഇതൊരു 3 ലെയർ 2 ടെർമിനൽ ഡിവൈസാണ് ഡയാക്ക് എന്ന് പറയുന്നത്. ഇതൊരു നമ്മളുടെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പോലെ ഒരു BJTയുടെ അതേ കൺസ്ട്രക്ഷനാണുള്ളത്. പക്ഷേ ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJTക്കകത്ത് നമ്മൾ കളക്ടർ എമിറ്റർ ബേസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരുണ്ടാവില്ല? ബേസ് ഉണ്ടാവില്ല. പകരം ആനോഡ് 1ഉം ആനോഡ് 2 ആണ് ഉണ്ടാവുക. സെയിം കൺസ്ട്രക്ഷനാണ് ഉണ്ടാവുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ബേസ് ടെർമിനൽ ഉണ്ടാവില്ല. ഈ ഒരു ഡയാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SCRനെയോ അല്ലെങ്കിൽ ട്രയാക്കിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡിവൈസാണ് ട്രയാക്ക് എന്ന് പറയുന്നത്. ഡയാക്ക് കഴിഞ്ഞിട്ടുള്ള ഡിവൈസാണ് ട്രയാക്ക്. അപ്പോൾ ട്രയാക്ക് എന്ന് പറയുന്നതും ഇതൊരു കൺട്രോളിങ് സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ AC സർക്യൂട്ടിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ട്രയാക്ക് എന്ന് പറയുന്നത്. ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയോഡ് AC സെമി കണ്ടക്ടർ എന്നുള്ളതാണ് ട്രയോഡ് AC സെമി കണ്ടക്ടർ. ഇത് 2 SCRനെ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യാം. 2 SCRനെ റിവേഴ്സായിട്ട് നമ്മൾ പാരലായിട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയോഡിനെ ഓപ്പോസിറ്റായിട്ട് സീരീസ് കണക്ട് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഡയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 SCRനെ നമ്മൾ റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രയാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയറക്ഷനിൽ 2 ഓപ്പോസിറ്റായിട്ട് 2 SCR കണക്ട് ചെയ്യുന്നതുകൊണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബൈ ഡയറക്ഷനിലാണ്. ഇതൊരു ബൈ ഡയറക്ഷൻ, 2 ഡയറക്ഷനിൽ വളരെ വലിയ ഒരു കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് SCR എന്ന് പറയുന്നത്. അപ്പോൾ SCR അല്ല, ട്രയാക്ക് എന്ന് പറയുന്നത്. ഈ ട്രയാക്കിനെയും നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ UJTയും അതേപോലെ തന്നെ ഡയാക്കും. നമ്മളുടെ UJTയും അതേപോലെ ഡയാക്കും ഒക്കെ ട്രയാക്കിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡയാക്കിൻ്റെ സിമ്പൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഡയാക്കിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാനിപ്പോൾ അത് ട്രയാക്കിൻ്റെ സിമ്പൽ വരയ്ക്കുന്ന സമയത്താണ് ഞാനതിൽ ഓർത്തത്. ഡയാക്കിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് 2 ഡയോഡിന് ഇങ്ങനെ ഓപ്പോസിറ്റ് കണക്ട് ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ ഡയാക്കിൻ്റെ സിമ്പൽ. അപ്പോൾ ഈ ഒരു സിമ്പലിനകത്ത് ഒരു എക്സ്ട്രാ ഗേറ്റും കൂടെ വരുമ്പോഴാണ് ഇതാരാവുന്നത്? ഒരു ട്രയാക്ക് ആവുന്നത്. ഇത് MT1 MT2. ഇപ്പോൾ ഞാൻ വരച്ചത് ട്രയാക്കാണേ. ഡയാക്ക് ആവുന്ന സമയത്ത് ഇതിനകത്ത് A1 A2 അല്ലെങ്കിൽ ആനോഡ് 1 ആനോഡ് 2 എന്നാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് MT1 MT2 ഗേറ്റ് എന്നുള്ളതാണ് ടെർമിനലെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രയാക്ക് എന്ന് പറയുന്നത്. അതായത് MT1 MT2 എന്ന് പറയുന്നത് മെയിൻ ടെർമിനൽ 1ഉം അതേപോലെ തന്നെ മെയിൻ ടെർമിനൽ 2. ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ പറഞ്ഞ ഡയാക്കിനെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുക. ഇത് PNP 3 ലെയർ 2 ടെർമിനൽ ഡിവൈസ് തന്നെ ഞാനിവിടെ ഒരു ചെറിയ ഒരു N പോർഷൻ താഴെ 2 P ടൈപ്പിലും വെക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്നും ടെർമിനൽസ് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് ഇവിടുന്ന് എടുക്കും MT1, അടുത്ത ടെർമിനൽ എന്ന് പറയുന്നത് ഇവിടുന്ന് എടുക്കും ഗേറ്റ്, ഇവിടുന്ന് ടെർമിനൽ എടുക്കുന്നത് MT2. MT1 MT2 ആൻഡ് ഗേറ്റ്. ഇങ്ങനെയാണ് ട്രയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാക്കിനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് കറണ്ട് അപ്ലൈ ചെയ്തിട്ടാണ് ട്രയാക്കിനെ കൊടുക്കുന്നത്. ട്രയാക്കിനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് ഇത് ആക്റ്റീവ് ആവുകയും
ആ ട്രാക്ക് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ബാക്കിയൊക്കെ നമ്മൾ SCR പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല, അതെല്ലാം പറഞ്ഞിട്ട്. ഇനി അടുത്ത ഡിവൈസാണ് FET. അടുത്ത ഡിവൈസാണ് FET. FET മീൻസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BJT അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്. അതൊരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. FETയും BJTയും ട്രാൻസിസ്റ്റർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ്. FET എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ഡിവൈസാണ്. FET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനിലെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BJTയിൽ നമ്മൾ P ടൈപ്പ് N ടൈപ്പ് ഒരേപോലെ ഇങ്ങനെ വരച്ചത്. പക്ഷേ ഇതിനകത്ത് 2 ടൈപ്പാണ് വരുന്നത്, N ചാനൽ ആൻഡ് P ചാനൽ. അതായത് സെൻറ്റർ പോർഷനിൽ നമ്മളിങ്ങനെ ഒരു N സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിനെ N ചാനൽ എന്നും, P ടൈപ്പാണ് വരുന്നതെങ്കിൽ അതിനെ P ചാനൽ എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് നമ്മൾ ടെർമിനൽ 1 എടുക്കുന്നു ഡ്രെയിന്, രണ്ടാമത്തെ ടെർമിനൽ ഇവിടുന്ന് എടുക്കുന്നു സോഴ്സ്, മൂന്നാമത്തെ ടെർമിനൽ എടുക്കുന്നു ഗേറ്റ്. ഇങ്ങനെ 3 ടെർമിനലാണ്. ഗേറ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എടുക്കുക. രണ്ടും കൂടി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് എടുക്കും. അപ്പോൾ ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് ഇത് മൂന്നുമാണ് നമ്മളുടെ FETയുടെ ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇതും അപ്പോൾ 3 ലെയറുള്ള 2 ടെർമിനലുള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് DSG. ഇതാണ് N ചാനൽ. P ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് Gയുടെ ഡയറക്ഷൻ പുറത്തേക്ക് വരും. അതായത് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ N ചാനൽ, P ചാനൽ എന്ന് പറയുന്നത് പുറത്തേക്ക്, ഗേറ്റിൻ്റെ ആരോ മാർക്ക് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഡയറക്ഷൻ മാറിക്കുന്നത് പുറത്തേക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ N ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 3 ടെർമിനലുള്ളത് സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്, പിന്നെ നമ്മളുടെ ചാനൽ. 2 ഗേറ്റിനിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പലതരത്തിലുള്ള ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ, പവർ ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്യൂട്ടുകളൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഓരോന്നിൻ്റെയും ടെർമിനലുകൾ ഏതാണെന്നും ഒന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യനിൽ എക്സാമിന് ചോദിക്കാറുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പറയാം. കാരണം നമുക്ക് സർക്യൂട്ട് പറയുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്വസ്റ്റ്യൻസിലായിട്ട് നമുക്ക് ചെയ്യാം. Okay, we'll see you in the next video. Thank you.